മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തുവരുന്നത് വെറുമൊരു യുദ്ധവാർത്തയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ പോകുന്ന മഹാവിപത്തിന്റെ സൂചനകളാണ്. അമേരിക്കയുടെ സൈനിക കരുത്തിന്റെ പ്രതീകമായ കടലിലെ വൻമതിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന USS എബ്രഹാം ലിങ്കണ് നേരെ ഇറാൻ ചാവേർ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 13 ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ട അവകാശവാദം ശരിയാണെങ്കിൽ അമേരിക്കയുടെ ഈ അഭിമാന കപ്പൽ ഇപ്പോൾ ഒമാൻ കടലിന്റെ അടിത്തട്ടിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ പെന്റഗൺ പറയുന്നത് ഈ വാർത്തകൾ ശുദ്ധ അസംബന്ധമാണ് എന്നാണ്. കടലിലെ പടുകൂറ്റൻ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ നേരെ ഇറാന്റെ ആക്രമണം നടന്നുവെന്ന വാർത്തകൾ ലോകത്തെ ഒരു പുതിയ യുദ്ധഭീതിയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്. ഒമാൻ കടലിൽ വെച്ച് തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും അമേരിക്കയുടെ ഈ അഭിമാന കപ്പലിനെ തകർത്തുവെന്നും പരിക്കേറ്റ കപ്പൽ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയെന്നുമാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന അമേരിക്ക തങ്ങളുടെ നാവിക വ്യൂഹം സുരക്ഷിതമാണെന്ന് ആവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും പശ്ചിമേഷ്യയിലെ കരുത്തരുമായ ഇറാനും തമ്മിലുള്ള ഈ ഒരു ഇൻഫർമേഷൻ വാർ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കയുടെ സൈനിക കരുത്തിന്റെ പ്രതീകമാണ് നിമിറ്റ്സ് ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ. ഇതൊരു സാധാരണ കപ്പലല്ല, മറിച്ച് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സൈനിക നഗരമാണ്. ഏകദേശം 1,00,000 ടണ്ണിലധികം ഭാരമുള്ള ഈ ഭീമൻ കപ്പലിന് 332 മീറ്ററിലധികം നീളമുണ്ട്. അതായത് ഏകദേശം 3 ഫുട്ബോൾ മൈതാനങ്ങൾ ചേർത്ത് വച്ചാലുള്ള അത്രയും വലിപ്പം. 5000-ലധികം സൈനികർക്ക് ഒരേ സമയം താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള സൗകര്യം ഇതിലുണ്ട്. ലോകത്തിന്റെ ഏത് കോണിലും അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തെത്തിക്കാൻ ഈ കപ്പലിന് സാധിക്കും. ഒരേ സമയം 90-ലധികം അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. F-35C ലൈറ്റ്നിംഗ്, F-A-18 സൂപ്പർ ഹോർണറ്റ് തുടങ്ങിയ മാരക പ്രഹരശേഷിയുള്ള വിമാനങ്ങൾ ഇതിന്റെ ഡെക്കിൽ നിന്ന് പറന്നുയരാൻ സജ്ജമായി നിൽക്കുന്നു. വെറും ഒരു കപ്പൽ എന്നതിലുപരി ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം പോലെയാണ് അമേരിക്ക ഈ കപ്പലിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നേരെയുള്ള ഏതൊരു ആക്രമണവും അമേരിക്ക നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം തങ്ങളുടെ സമുദ്ര അതിർത്തിയിൽ നിന്ന് 340 കിലോമീറ്റർ അകലെ വെച്ചാണ് എബ്രഹാം ലിങ്കണ് നേരെ ആക്രമണം നടത്തിയത്. അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള സംയുക്ത ആക്രമണമായിരുന്നു ഇതെന്നും ഇതിലൂടെ കപ്പലിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടുവെന്നുമാണ് ഇറാന്റെ പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ ഒമാൻ കടലിൽ നിന്ന് അതിവേഗം പിൻവാങ്ങിയെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. വെറുമൊരു കപ്പലിനെ മാത്രമല്ല, ബെഹ്റിനിലെ അമേരിക്കൻ നാവിക ആസ്ഥാനമായ 5th ഫ്ലീറ്റിന് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ പറയുന്നുണ്ട്. തങ്ങളുടെ സൈനിക ശേഷി ലോകത്തിന് കാണിച്ചു കൊടുക്കാനും മേഖലയിലെ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനുമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ അമേരിക്കൻ നിരീക്ഷണ സംവിധാനങ്ങൾ തകർത്തതായും ഇന്ധന ടാങ്കറുകൾക്ക് നാശനഷ്ടം വരുത്തിയതായും ഇറാൻ അവകാശപ്പെടുന്നു. എങ്കിലും ഇതിനാധാരമായ ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇറാന്റെ അവകാശവാദങ്ങളെ പാടെ തള്ളിക്കളയുന്ന സമീപനമാണ് പെന്റഗൺ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ വിമാനവാഹിനി കപ്പലിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നും അത് സുരക്ഷിതമായി മേഖലയിൽ തുടരുന്നുണ്ടെന്നുമാണ് അമേരിക്കൻ നാവികസേനയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഒമാൻ കടലിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു എന്ന കാര്യം അമേരിക്ക പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിന് തൊട്ടടുത്തെത്തിയ ഇറാനിയൻ കപ്പലിന് നേരെ അമേരിക്കൻ നാവികസേന വെടിയുതിർത്തതായി റിപ്പോർട്ടുകളുണ്ട്. പ്രാഥമികമായി കപ്പലിലെ പീരങ്കികൾ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത്. അമേരിക്കൻ ഡെസ്ട്രോയറിൽ നിന്നുള്ള 5-inch Mark 45 ഗൺ ഉപയോഗിച്ച് നടത്തിയ ഈ വെടിവയ്പ് ലക്ഷ്യം കണ്ടില്ലെന്നും തുടർന്ന് ഹെൽ ഫയർ മിസൈലുകൾ വഹിച്ച ഹെലികോപ്റ്ററുകൾ രംഗത്തിറങ്ങിയെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ഹെൽ ഫയർ മിസൈലുകൾ ഇറാൻ കപ്പലിൽ പതിച്ചതായും പറയപ്പെടുന്നു. ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ തങ്ങളുടെ പ്രതിരോധ കവചം ഉപയോഗിച്ച് പരാജയപ്പെടുത്തിയെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന. എബ്രഹാം ലിങ്കൺ പോലെ ഒരു വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചു കീഴടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ അകമ്പടിയോടെയാണ് ഈ കപ്പൽ സഞ്ചരിക്കുന്നത് തന്നെ. ഇതിനു ചുറ്റും കാവലായ USS പ്രൂവാൻസ്, USS മൈക്കൽ മർഫി തുടങ്ങിയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ എപ്പോഴും ഉണ്ടാകും. സമുദ്രത്തിനടിയിലുള്ള ശത്രു മുങ്ങിക്കപ്പലുകളെ കണ്ടെത്താൻ MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകൾ നിരന്തരം നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ശത്രു മിസൈലുകളെയും ഡ്രോണുകളെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക റേഡാറുകളും പ്രതിരോധ മിസൈലുകളും ഈ കപ്പലിന്റെ ഭാഗമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇറാന്റെ പക്കലുള്ള ഡ്രോണുകൾക്കോ മിസൈലുകൾക്കോ ഈ പ്രതിരോധ കവചം ഭേദിച്ച് കപ്പലിലേക്ക് എത്താൻ സാധിക്കുമോ എന്നത് സൈനിക വിദഗ്ധർക്കിടയിൽ ഇപ്പോൾ തർക്ക വിഷയമായിട്ടിരിക്കുകയാണ്. എങ്കിലും ഡ്രോണുകൾ കൂട്ടത്തോടെ ഉപയോഗിച്ചിട്ടുള്ള സ്വാം അറ്റാക്ക് രീതി പരീക്ഷിച്ചാൽ അത് ഏത് പ്രതിരോധ സംവിധാനത്തെയും വെല്ലുവിളിക്കുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്?
എബ്രഹാം ലിങ്കണ് നേരെ നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ ആക്രമണം ലോക സാമ്പത്തിക മേഖലയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് ഈ സംഘർഷം നടക്കുന്നത്. ഇവിടെ ഒരു യുദ്ധ സാഹചര്യം ഉടലെടുത്താൽ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. കൂടാതെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്ക ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനമോ അതോ വളരെ പരിമിതമായ പ്രതികരണമോ ഒരുപക്ഷെ വലിയൊരു പ്രത്യാക്രമണത്തിനുള്ള മുന്നൊരുക്കമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശത്തെ ചാരക്കണ്ണുകളും സമുദ്രത്തിലെ വമ്പൻ കപ്പലുകളും തമ്മിലുള്ള ഒരു വടംവലിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയണം. സത്യം എന്തു തന്നെയായാലും ഈ പ്രദേശം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് ഉറപ്പാണ്. ഇറാന്റെ അവകാശവാദങ്ങൾ വെറും പ്രചാരത്തിന് വേണ്ടിയാണോ അതോ അമേരിക്കയ്ക്ക് ശരിക്കും പരിക്കേറ്റോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്. സമാധാനം എന്ന വാക്കിന് ലോക ഭൂപടത്തിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.